അങ്ങനെ പൂരം കഴിഞ്ഞ് വെടിക്കെട്ടും കഴിഞ്ഞ് ആനയും പോയി ആൾക്കാരും കഴിഞ്ഞ് അപ്പോഴാണ് നമ്മളെ വിഷുവിൻ്റെ അന്നത്തെ വീഡിയോ ആയിട്ട് ഞാനിങ്ങോട്ട് വരുന്നത്. അപ്പോൾ എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ? എല്ലാവരും ഒന്ന് ഉഷാറായിട്ട് ഇക്കൊല്ലത്തെ കണി അങ്ങോട്ട് കണ്ടോളിട്ടോ. 3-4 ദിവസം കഴിഞ്ഞിക്കണം, 3-4 5-6 ദിവസം കഴിഞ്ഞിക്കണല്ലേ നമ്മളെ വിഷു കഴിഞ്ഞിട്ട്. ഇന്നാണ് ഇപ്പം നമുക്കൊന്ന് വിടാൻ കൂടിയത് കേട്ടോ. അപ്പോൾ എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ? എല്ലാവർക്കും സുഖമാണെന്ന് വിശ്വസിക്കുന്നുണ്ട്. നമുക്ക് കുഴപ്പമൊന്നുമില്ല, തട്ടിമുട്ടിയൊക്കെ പോകുന്നുണ്ട്. പിന്നെ ആദ്യം തന്നെ ഞാൻ ക്ഷമ പറയാം, കൂടുതലായിട്ടൊന്നും ഞാനൊന്നും വീഡിയോ എടുത്തിട്ടില്ല. കാരണം അറിയാലോ, ഞാനിതാണ് ഇവിടെ ഒറ്റയ്ക്കുള്ളൂ, വെക്കാനും വിളമ്പാനും ഒക്കത്തിനും ഒറ്റയ്ക്കുള്ളൂ. എല്ലാവരും അങ്ങനെയൊക്കെ തന്നെയാണ്. പക്ഷേ എല്ലാതും കൂടി വീഡിയോ എടുക്കാൻ നമുക്ക് കഴിഞ്ഞിട്ടില്ല കേട്ടോ. മക്കളെ വാട്ടിലും ഞാൻ എൻ്റെ വാട്ടിലും ഒക്കെ തന്നെയായിരുന്നു. അങ്ങനെ ഒരു 4:30 നീച്ച് ഞാൻ വിളക്കൊക്കെ കത്തിച്ച് എൻ്റെ കാര്യങ്ങളൊക്കെ കണ്ടു, ഉഷാറായിട്ടൊന്ന് പ്രാർത്ഥിച്ചു. പിന്നെ കുറച്ച് അടിക്കാനുണ്ടായിരുന്നു. ഒരു 2-3-4 ദിവസമായിട്ട് നല്ല തിരക്കായിരുന്നു കേട്ടോ. അടിക്കാനായിട്ട് ഭയങ്കര തിരക്കായിരുന്നു. അപ്പം ഞാനിവിടെ അടിക്കുന്ന ഒരു 1-1.5 മണി വരെ ഞാൻ ഇരുന്നു അടിച്ചു കേട്ടോ. അപ്പം മൂപ്പര് ഇവിടുന്ന് കടക്കൊക്കെ എടുത്തുകൊണ്ടായി ഹാളിലിട്ടാണ്ട് അവിടെ കിടക്കുകയാണ് കേട്ടോ. ഇനിയിപ്പോൾ എന്തെങ്കിലും ഇജ്ജ് കാട്ടിക്കോ, എപ്പോഴെങ്കിലും കടന്നോ എന്നൊക്കെ പറഞ്ഞിട്ട് മൂപ്പര് അങ്ങോട്ട് പോയിട്ടുണ്ട്. അങ്ങനെ ഞാൻ ഇവിടെ ഇരുന്നാണ്ട് വേഗം ഒന്ന് അടിക്കുക കേട്ടോ. എന്നിട്ട് രാത്രി ഒരു നേരം വൈകിട്ടാണ് കടന്നത്. കുറേ പണികൾ ഒതുക്കാനുണ്ടായിരുന്നു കേട്ടോ. അതൊക്കെ ഒതുക്കി പിന്നെ അടിക്കാനുള്ളതൊക്കെ അടിച്ചു. പിന്നെ മക്കളത് ഇതുവരെ അടിച്ചിട്ടില്ല കേട്ടോ. അപ്പോൾ അതൊന്ന് അടിക്കട്ടെ എന്ന് വിചാരിച്ചു. 4:30 നീച്ച് കൂലിയൊക്കെ കഴിഞ്ഞിട്ട് ഞാൻ ഇത് അടിക്കാൻ നിൽക്കാം കേട്ടോ. ഒരു ചെറിയൊരു ഷോർട്ട് ടോപ്പ് പോലെയൊക്കെ അടിക്കാമെന്നാണ് വിചാരിച്ച്. ഇതിനിപ്പോൾ ഇതാക്കണ ഒരു 120 മീറ്ററിന് 1 മീറ്റർ വാങ്ങിയിട്ടുണ്ട്. എന്താകുമോ എന്താ അറിയാതല്ലേ, ഞാനൊന്ന് അടിച്ചു നോക്കട്ടെ. ഒരു വെട്ട് കഷ്ണം കളയാത്ത ആളാണല്ലോ ഞാൻ. അതുകൊണ്ട് ഈ 1 മീറ്റർ ശീല കൊണ്ട് എന്തെങ്കിലുമൊക്കെ കാട്ടിയെടുക്കാമെന്ന് വിചാരിച്ചാണ്ട് അടിച്ചതാണ്. കണ്ണിൽ നല്ല ഉറക്കം വരുന്നുണ്ട്, പിന്നെ നല്ല ക്ഷീണമുണ്ട്. ഉറക്കം ഒഴിച്ചാൽ ഭയങ്കര തലവേദനയാവും. ഇന്ന് മൊത്തത്തിൽ ഈ ഒരു വിഷുവിൻ്റെ ദിവസം തന്നെ നല്ല തലവേദന ഉണ്ടാകും, നല്ല സാധ്യത ഉണ്ട്. ഉറക്കം ഒഴിച്ചാൽ പിന്നെ നല്ല തലവേദന ഉണ്ടാകലുണ്ട് കേട്ടോ. മൈഗ്രെയിൻ്റെ പ്രശ്നമാണത്. അങ്ങനെ ഞാൻ ഇതെന്താ അടിക്കണം എന്ന് ആലോചിച്ചുകൊണ്ട് നിൽക്കുകയാണ്. അടിക്കണം, പെട്ടെന്ന് അടിച്ച് തീരുന്ന എന്താ പഠിക്കണമെന്ന് ആലോചിച്ചുകൊണ്ട് നിൽക്കുകയാണ്. മറ്റുള്ളതും കൂടി അടിക്കാനുണ്ട്. ഏതായാലും ഞാനൊന്ന് പോയി അടിക്കട്ടെ കേട്ടോ. ഞാൻ വെട്ടൽ കുറിക്കലൊക്കെ കഴിഞ്ഞ് ഇനി വേഗം പോയിട്ടുണ്ട് അടിച്ചെടുത്താൽ മതി. ഒരു ജീൻസ്ക്ക് ഇടാൻ പറ്റിയ ഒരു ക്രോപ്പ് ടോപ്പ് പോലെയാണ് അടിക്കാൻ വരുന്നത് കേട്ടോ. അതാണ് ചിന്തിച്ച് വെച്ചിട്ടുള്ളത്. സ്ലീവും കാര്യങ്ങളൊന്നും കൊടുക്കാതെ. പക്ഷെ നല്ല രസമുണ്ട്, നല്ല ഭംഗിയുണ്ട് ഈ ഒരു ശീല കാണാനായിട്ട് കേട്ടോ. ഇഷ്ടപ്പെട്ടു. കോട്ടൺ അല്ല കേട്ടോ. അങ്ങനെ ഞാൻ അടിക്കാൻ വേണ്ടിയിട്ട് നിന്നപ്പോഴാണ് നമ്മളെ മുറ്റത്ത് ക്ലബിൻ്റെ വക ഇങ്ങനെ വിഷുക്കണി കൊണ്ടുവരും കേട്ടോ. അപ്പോൾ അതൊക്കെ കൊണ്ടുവന്ന് കാണിച്ചെന്ന് അവിടെയൊക്കെ നിന്ന് പ്രാർത്ഥിച്ചു, ഒരു സമാധാനമാക്കി. ഇനിയിപ്പം ഞാൻ വിചാരിച്ചു ചോറ് കൂട്ടാനൊന്നും വെച്ചിട്ടില്ല കേട്ടോ. അപ്പോൾ ഇന്ന് സിമ്പിൾ ഹമ്പിൾ ഒരു വിഷു സദ്യയാണ് ഉണ്ടാക്കുന്നത്. അതുകൊണ്ട് ഞാൻ വിചാരിച്ചു എല്ലാ കൊല്ലവും ഞാൻ ഈ ഒരു വിഷുവിനാണെങ്കിലും ഓണത്തിനാണെങ്കിലും എവിടേക്കും പോകലില്ല. ജസ്റ്റ് ഒന്ന് അമ്പലത്തിൽ വരെ പോകാനുള്ള നേരേക്ക് ഉണ്ടായില്ല കേട്ടോ. ഞാൻ അന്ന് വിചാരിച്ചു എന്താണെങ്കിലും വേണ്ടില്ല, ഇന്ന് അമ്പലത്തിൽ പോയിട്ട് തന്നെ ഉള്ളൂ ബാക്കി കാര്യം എന്നുള്ളത്. അപ്പോൾ തൊട്ടടുത്തില്ല അമ്പലം, നമ്മൾ കുളപ്പാടത്തെ അമ്പലത്തിലാണ് പോയിട്ടുള്ളത്. ഒന്ന് മനസ്സൂര്യക്ക് ശുഭമായിട്ടൊന്ന് പ്രാർത്ഥിച്ചു കേട്ടോ. അങ്ങനെ മനസ്സിനൊരു സന്തോഷം കിട്ടിയപ്പോൾ ഞങ്ങൾ വേഗം തിരിച്ചു പോന്നിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു നല്ല ദിവസത്തിൽ ഇങ്ങനെ അമ്പലത്തിൽ പോകണം, നല്ലൊരു സമാധാനമാണല്ലോ. ഇപ്പോഴാണ് എനിക്കൊന്ന് മനസ്സിലായത് കേട്ടോ. ഈ കാലത്ത് നമ്മൾ ഓണം വിഷുവും കഴിച്ചിട്ട് ഈ രാവിലെ അന്നത്തെ ദിവസം രാവിലെ അമ്പലത്തിൽ പോന്നിട്ടില്ല. ഒരു സന്തോഷമായി ഏതായാലും കണ്ടപ്പോൾ. അവിടെ കയറിയൊരു ശാന്തം, ഒരു സമാധാനം, അങ്ങനെയാണല്ലോ അവിടെ പറയാം. അങ്ങനെ ഇതാക്കണം. ഞങ്ങൾ അമ്പലത്തിലൊക്കെ ഇറങ്ങി വീട്ടിൽ വന്നു. ചായയും കടിയൊന്നും ഇല്ലല്ലോ. അപ്പോൾ ചായ ഉണ്ടാക്കി വെച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ ഉണ്ണിയപ്പം ഉണ്ടായിരുന്നു. ഉണ്ണിയപ്പം നമ്മൾ ഇറച്ചി ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നല്ലോ. അപ്പോൾ ഉണ്ണിയപ്പം ചായ ഒന്ന് കുടിച്ചു. ഇനി വേഗം അടുക്കളപ്പണി നോക്കട്ടെ കേട്ടോ. ഇവിടുത്തെ പണി അറിയുകയാണെങ്കിൽ വല്ലാത്തൊരു പണിയാണ്. മക്കൾ ഇതാക്കണം അകത്തെ പണി എടുക്കുന്നുണ്ട്. ഓല് അടിച്ചു വരലും തുടക്കലും തട്ടിക്കൊട്ടലെന്നും പറഞ്ഞായിരിക്കും ഇതാക്കണം മടക്കി വെക്കലുമായിട്ട്. അരകിലോ ചോറ് വരുന്നതിന് മുന്നേ വൃത്തിയാക്കണമല്ലോ വീടൊക്കെ. അപ്പോൾ അതിൻ്റെ പണി ഓല് എടുക്കുന്നുണ്ട്. ഞാൻ അടുക്കളയത്തെ പണിയാണ്. മൂപ്പരെന്ന് ഞാൻ പ്രത്യേകിച്ച് ക്ഷണിച്ചിട്ടുണ്ട് കേട്ടോ ചോറ് വെക്കാനായിട്ട്. അൽഹംദുലില്ലാ മൂപ്പര് പോന്നിട്ടുണ്ട് ചോറ് വെക്കാനും സഹായിക്കാനൊക്കെ. കുറച്ച് നേരം മൂപ്പര് ആക്കി തന്നുകൊണ്ട് ഒരു സമാധാനം ഉണ്ടായിരുന്നു. അല്ലെങ്കിൽ തന്നെ ആകെപ്പാടൊരു ബേജാറായിരുന്നു കേട്ടോ. അങ്ങനെ ഇന്ന് ഞാൻ ബിരിയാണിയാണ് വെക്കുന്നത്. നമ്മൾ ഈ ഒരു ഇവിടെ കൂടെയൊക്കെ വിഷുവിൻ്റെ അന്ന് ബിരിയാണി, നെയ്ച്ചോറ് അങ്ങനത്തെ കാര്യങ്ങളൊക്കെ വെക്കും കേട്ടോ. ഓണത്തിനാണ് ഞങ്ങൾ സദ്യയും കാര്യങ്ങളൊക്കെ ഉണ്ടാക്കലുള്ളൂ. ഞാനും ഉണ്ടാക്കലുണ്ട് കേട്ടോ. കഴിഞ്ഞ വിഷുവിനൊക്കെ നമ്മൾ സദ്യയും കാര്യങ്ങളൊക്കെ ഉണ്ടാക്കി. ഇപ്രാവശ്യം പെട്ടെന്ന് ഉണ്ടാക്കാൻ പിന്നെ ബിരിയാണി ഉണ്ടാക്കാമെന്നാണ് വിചാരിച്ചത്. നോൺ വെജ് ആക്കി വെക്കാമെന്നാണ് വിചാരിച്ചിട്ടുള്ളത്. അപ്പോൾ അങ്ങനെ ബിരിയാണി പരിപാടിയാണുള്ളത്. അങ്ങനെ മൂപ്പരാണ് എല്ലാം സഹായിച്ച് തന്നത് കേട്ടോ. ഒരു 4 കിലോ ബിരിയാണി വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. 4 കിലോൻ്റെ അരിൻ്റെ ബിരിയാണി വെച്ചിട്ടുണ്ടായിരുന്നു ഞാൻ. അപ്പം അങ്ങനെ മൂപ്പരിത് തട്ടിക്കുറഞ്ഞ് വെക്കാനുള്ള ലെയറിട്ട് വെക്കാനുള്ളൊരു പരിപാടിയിലാണ്.
അങ്ങനെ ബിരിയാണി വെക്കുന്ന പരിപാടിയാണ് കേട്ടോ. ഇനിയിപ്പോൾ മൂപ്പരെ വിട്ടാൽ ചിലപ്പോൾ കിട്ടൂല, എപ്പോഴെങ്കിലാണ് നമ്മളെ സഹായിക്കാനായിട്ട് വരുള്ളൂ. അപ്പോൾ ആ ഒരു പിടുത്തത്തിൽ തന്നെ എല്ലാ ഏകദേശ പരിപാടികളും മൂപ്പരെ കൊണ്ട് ഇടിപ്പിക്കണം, അല്ലെങ്കിൽ കിട്ടൂല കേട്ടോ. പോയ വൈക്കാണുള്ളത്. രാവിലെ തന്നെ പോത്തിനൊക്കെ പോയി പിടിച്ച് കെട്ടി വെള്ളമൊക്കെ കൊടുത്തിട്ട് അവിടെ പുഴയിൽ കൊണ്ടുപോയി കെട്ടിയിട്ടുണ്ട്. ഓല കാര്യം നോക്കണമല്ലോ, ഓണം വിഷുവൊക്കെ എപ്പോഴും വരും. ഓല ഇതാ അങ്ങനെയല്ലല്ലോ, നാക്കാലിയാൾ മുണ്ടാൻ വയ്യാത്ത ജീവികളല്ലേ. അപ്പോൾ ഓല കാര്യം ഫസ്റ്റ് നോക്കിയിട്ടാണ് ഈ പരിപാടികൾക്കൊക്കെ ഇറങ്ങിയിട്ടുള്ളത്. അങ്ങനെ ദമ്മിടല്ല പരിപാടിയില്ല കേട്ടോ. മൂപ്പര് ഇതാക്കണം നല്ല ഉഷാറായിട്ട് ദമ്മിടട്ടെ. അപ്പോൾ എല്ലാവരും വിഷുവിൻ്റെ എല്ലാവരും സദ്യയും കാര്യങ്ങളൊക്കെ കഴിക്കാറ് ഉണ്ടാക്കിയതില്ലേ. ഞാനിതാക്കണം ബിരിയാണിയാണ് ഉണ്ടാക്കിയിട്ടുള്ളത്. പെട്ടെന്ന് ഉണ്ടാക്കിയ പരിപാടി കേട്ടോ. ഇവിടെ നമ്മളെ ചുറ്റോടം കുറേ സദ്യ ഒന്നും കഴിക്കാത്തവരാണ്. മുസ്ലിംസ് ആണെങ്കിലും സദ്യ ആണുങ്ങൾക്കൊന്നും വലിയ താല്പര്യമില്ല, പക്ഷെ പെണ്ണുങ്ങൾക്ക് എപ്പോഴും പറയും സദ്യ ഉണ്ടാക്കിയാൽ മതിയെന്ന്. അതാണ് ഞങ്ങൾക്ക് ഇഷ്ടം എന്നുള്ളത്. അപ്പം ഞാൻ ഇന്ന് ഏതായാലും ഇതിൻ്റെ എളുപ്പത്തിന് വേണ്ടിയിട്ട് ബിരിയാണിയാണ് വെച്ചിട്ടുള്ളത്. ഏകദേശം മണിക്കൂറുകൾക്കകം ഞാനിതങ്ങനെ ദമ്മ് പൊട്ടിച്ചിട്ടുണ്ട്. നല്ല സുഗന്ധം മരക്കുന്നുണ്ട്. പക്ഷെ അപ്പുറമൊക്കെ ഈ ബിരിയാണിയൊക്കെ തന്നെയുണ്ട്. ചുരുക്കം ചിലവരെ സദ്യ ഉണ്ടാക്കിയിട്ടുള്ളൂ. പക്ഷെ ഞാൻ പായസം ഉണ്ടാക്കുന്നുണ്ട് കേട്ടോ. എങ്ങനെ പോയാലും ഒരു പായസം വേണമല്ലോ. അപ്പോൾ ചോറ് തിന്നാനത്തവർക്ക് നമുക്ക് പായസം കൊടുക്കാമല്ലോ എന്ന് വിചാരിച്ചിട്ടാണ്. അപ്പോൾ മക്കളെ തുണക്കാരും കാര്യങ്ങളൊക്കെ വരാണ്ട്. അപ്പോൾ ഓൽക്കൊക്കെ ചോറും പായസമൊക്കെ ആയിട്ട് അങ്ങനെ ഉഷാറായിട്ട് കൊടുക്കാം. അപ്പോൾ നമ്മൾ ഇന്നത്തെ വിഭവം പറയുകയാണെങ്കിൽ നല്ല പായസം ഉണ്ടാക്കിയിട്ടുണ്ട്. അത് അരിപ്പായസം അല്ല കേട്ടോ, മറന്നു പോയിട്ടുണ്ട്. അടപ്പായസമാണ് ഉണ്ടാക്കിയത്, അടപ്രഥമനാണ് ഉണ്ടാക്കിയത്. പിന്നെ ബിരിയാണി ഉണ്ട്, ഇതാക്കുന്നത് ചോറൊക്കെ ഇതിൽ ബാക്കിയൊക്കെ ഉണ്ട് കേട്ടോ. ബാക്കിയെല്ലാം കൊടുത്ത് വന്നിട്ടില്ല. പിന്നെ പപ്പടം കാച്ചി ഉണ്ണിമോളെ വക പുളിയിഞ്ചി ഉണ്ടാക്കിയിട്ടുണ്ട്. പിന്നെ ചമ്മന്തി, തൈര്, പപ്പടം, അങ്ങനെ പിന്നെ അവിടെ നിന്ന് അങ്ങോട്ട് വീഡിയോ എടുക്കാൻ തന്നെ കഴിഞ്ഞിട്ടില്ല. ഓരോരുത്തർ വരുന്നുണ്ട്, ചോറ് വിളമ്പി കൊടുക്കുന്നുണ്ട്, പായസം കൊടുക്കുന്നുണ്ട്, അയലോക്കത്തേക്ക് ഓരോ വിളിക്കിയിട്ടുണ്ട്, കൊടുക്കുന്നുണ്ട്. അങ്ങനെ ഭയങ്കര അൽക്കുലത്ത് പരിപാടികൾ അവിടെ നടന്നുകൊണ്ട് നിന്ന് പിന്നെ വീഡിയോ എടുക്കാനും ഫോട്ടോ എടുക്കാനും ഒന്നും ഞെക്കി കഴിഞ്ഞിട്ടില്ല. അപ്പോൾ ഏതായാലും ഇനി ഓണത്തിന് നമുക്ക് അടിച്ച് പൊളിക്കാം. തുടക്കം മുതൽ ഒടുക്കം വരെ എടുക്കാമെന്നുള്ളൊരു പ്രതീക്ഷയോട് കൂടി ഞാൻ നിർത്തുകയാണ് കേട്ടോ. ഒന്ന് സബ്സ്ക്രൈബും സപ്പോർട്ടും ചെയ്തോളി.